ഹലോ ഗൈസ്, എല്ലാവർക്കും സ്പെസ് സീരീസിൻ്റെ എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ് അങ്ങനെ നമ്മൾ വന്നേക്കാണ് ഗൈസ് കുറേ നാൾക്ക് ശേഷം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം കണ്ട ഗൈസ്. ഈ കഴിഞ്ഞ ഒരു മാസം ഞാൻ എന്താ വീഡിയോ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു ലീവ് എടുത്താന്നേ ഉള്ളൂ. ഈ ഒരു മാസം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലായിരുന്നു മറ്റേ ഈ മൈൻക്രാഫ്റ്റിനെ പറ്റി. പിന്നെ ഞാൻ മൈൻക്രാഫ്റ്റ് കയറി പോലുമില്ല ഒരു മാസം. ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പോകുമ്പോൾ നമ്മളായിട്ട് ഉണ്ടായിരുന്നത് ഗൈസ്. ഓക്കെ, പിന്നെ ഞാൻ അവസാനമായിട്ട് ഞാൻ ഇവിടെ വന്ന് AFK നിൽക്കുന്നത്, അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയത് ഈ ഒരു ഷുഗർ കെയിൻ ഫാം ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അടുത്ത് എത്ര വന്നിട്ടുണ്ട്? ഓക്കെ, ഒരു സ്റ്റാക്ക് 42 ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം ഗൈസ്. ഓക്കെ, ഈ ഒരു പെട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീപ്പർ ഫാമിൽ ക്രീപ്പറിൻ്റെ ഇവിടെ സ്പോണാവുന്ന വേറെ സംഭവമാണ് സ്പൈഡർ ഗൈസ്. അപ്പോൾ സ്പൈഡറിൻ്റെ സ്പ്രിങ് നമുക്ക് വെക്കാനായിട്ടാണ് ഈ ഒരു പെട്ടി. ഓക്കെ, ഇപ്പോൾ 4 സ്റ്റാക്ക് അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഗൺ പൗഡർ എടുത്തിട്ട് നോക്കാം ഗൈസ്. ഓക്കെ, 2, 3, 4, 5, 6, 7 സ്റ്റാക്ക് അടുപ്പിച്ചുണ്ട് ഗൈസ്. ഓക്കെ, കറക്റ്റായിട്ട് 6 സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ, അതൊരു നല്ല ലൂട്ട് തന്നെയാണ്, എത്ര പ്രതീക്ഷിച്ച് പോലും ഇല്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫാമിലോട്ട് പോകാം ഗൈസ്. അയൺ ഫാർമും ഉണ്ട്, പിന്നെ നമുക്ക് ഷീപ്പ് ഫാർമും ഉണ്ട്. ഷീപ്പ് ഫാർമിനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് തന്നെ ഇത്രയുണ്ട്. ഓക്കെ, താഴെ ഒരു ഡബിൾ ചെസ്റ്റ് നിറച്ചുണ്ട്. അയൺ ഫാർമിൽ എത്രയുണ്ട്? ഓക്കെ, 3.5 സ്റ്റാക്ക്, അത് കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകും. മാസത്തിന് ശേഷം നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. വീട്ടിലോട്ടല്ല, നമ്മുടെ വീടുള്ള പറമ്പില്ലേ, വീടുള്ള ഐലൻഡില്ലേ. ഓക്കെ, വേണ്ട നമ്മുടെ സൂപ്പർ സ്മെൽറ്ററൊക്കെ ഇരിക്കുന്നത് ഇവിടെ നമ്മുടെ ഡയമണ്ട് ചെയർ. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു ഷെയ്ഡർ ഒന്ന് മാറിയിട്ട് വരാം ഗൈസ്. ഞാൻ ഷെയ്ഡർ മാറിയിട്ട് എൻ്റെ വേൾഡ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ്. അത് മറ്റേ ടെക്സ്റ്റർ ഇല്ലാണ്ട് കാണുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയായിരുന്നല്ലേ. ഇനി എൻ്റെ ഫാമിലോട്ടൊന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. ഈ ഒരു മറ്റേ ടെക്സ്റ്റർ പാക്ക് ഇട്ടിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫാമൊക്കെ ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇല്ലാണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ, മറ്റേനൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, മറ്റേ ഷീറ്റ് കുറെ നാൾ കളിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലോട്ട് കയറുമ്പോൾ എന്തോ പോലെ തോന്നുന്നു ഈ ഒരു തോട് മറ്റേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നെതറൈറ്റ് ആർമർ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, നെതറൈറ്റ് ആർമർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇത് മൈൻ ചെയ്യണം ഗൈസ്. അപ്പോൾ മൈൻ ചെയ്യാനായിട്ട് നമ്മളിന്ന് പോകുന്നത്. മൈൻ ചെയ്തിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കണം. ഓക്കെ, മൈൻ ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ പ്ലാൻ. എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. നെതറൈറ്റ് മൈൻ ചെയ്യാൻ പോകുന്നത് മറ്റേ ഈ ഒരു ബെഡ് വെച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ ബെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വൂളും വേണം, പിന്നെ മറ്റേ ഈ വുഡും. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയാണ്. ഞാൻ കുറച്ച് വുഡ് നെതറിൽ നിന്ന് പോയിട്ട് പോയി മൈൻ ചെയ്തായിരുന്നു ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു കിടിലൻ ഷീപ്പ് ഫാർമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും. ഓക്കെ, ഈ ഒരു ഒറ്റ ഡബിൾ ചെസ്റ്റ് നിറച്ച് വൂളാണ് ഗൈസ്. അപ്പോൾ അത്രയും വൂളിൻ്റെ ആവശ്യമില്ല, 4-5 സ്റ്റാക്കിലും ആവശ്യം വരുമായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ആവശ്യത്തിന് നേരെയുള്ള വൂൾസും മറ്റേ വുഡ് അത്രയും പോലെ എനിക്ക് അറിയത്തില്ല. എന്തായാലും മിച്ചോളം നമുക്ക് അവിടെ തന്നെ പോയി വാങ്ങി ചെയ്യാം ഗൈസ്. ഞാൻ എന്തായാലും നെതറിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ ഏതൊരു വീഡിയോയിൽ. കാരണം ഇതിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ലാൻഡൊന്നും ഇല്ല, കുറച്ച് ദൂരെ പോകണം, എന്നാലും നമുക്ക് നല്ല വുഡ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യത്തിന് നെതറിൽ തന്നെ പോയി വെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീട്ടിലോട്ടൊക്കെ വന്നിട്ട് എത്ര നാളായി. ഈ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല. ഞാൻ മറ്റേ ഇവിടെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും ഒക്കെയാണ് ഗൈസ്. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അടുത്ത് ഈ ഒരു നമുക്ക് വെച്ച് കുറച്ച് എളുപ്പത്തിന്, പിന്നെ ഫർണസ് ഞാൻ അടുത്ത് കളഞ്ഞു. കാരണം നമുക്കിവിടെ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഫർണസ് എടുത്ത് കളഞ്ഞത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വുഡ് ഞാൻ മൈൻ ചെയ്ത് വെച്ചത്. ഓക്കെ, 2 സ്റ്റാക്ക് വാർപ്പിടും, പിന്നെ മറ്റേ ഈ ഒരു വാർപ്പിൾ പ്ലാങ്ക്സും ഉണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് നേരെ പോയിട്ട് മറ്റേ നെതറൈറ്റ് മൈൻ ചെയ്ത് തുടങ്ങാം ഗൈസ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാനുണ്ട് ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ ഫുഡിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. പിന്നെ കുറച്ചുകൂടെ മറ്റേ വൂളും എടുക്കണം. പിന്നെ മറ്റേ ഈ വുഡ് നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഫുഡ് നെതറിൽ കാണേണ്ടതാണ് ഗൈസ്, നെതറിൽ നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ. ഓക്കെ, ഞാൻ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കും മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, നമ്മുടെ മീറ്റിംഗ് വില്ലേജറും പിന്നെ നമ്മുടെ 3 ഗോൾഡൻ ക്യാറ്റ് വില്ലേജേഴ്സും ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇവന്മാരെ ഞാൻ കുറച്ച് നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഒരു മാസം മുമ്പ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് AFK നിന്നില്ല, ഇവന്മാരെ ഒന്ന് ട്രേഡ് ചെയ്ത് റീസ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു സ്റ്റാക്ക് ഉണ്ട്, ഒരു സ്റ്റാക്ക് എടുത്തേക്കാം ഗൈസ്. ഓക്കെ, മറ്റേ കൂടെ എടുത്തേക്കാം ഗൈസ്. ഇന്ന് ചിലപ്പോൾ അധികം മൈൻഡ് ചെയ്യേണ്ടി വരും ഗൈസ്. ഓക്കെ, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമുക്ക് 3-4 സ്റ്റാക്കിൻ്റെ ഇത് മതിയോ ഗൈസ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഒറ്റ ബ്ലോക്കില്ലേ, ഈ ഒരു ഒറ്റ ബ്ലോക്ക് അപ്പോൾ ഇരിക്കുന്നത് ആ ഒരു ബ്ലോക്ക് മാത്രം നെതറൈറ്റ് ആക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്യണമെന്നുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, വൂളും നമ്മുടെ കുറേ ഉണ്ട്, പക്ഷേ മറ്റേ വുഡ് അത് നമ്മുടെ കയ്യിൽ അധികം ഇല്ല. പിന്നെ അത് മുറിക്കാൻ പോയാലും എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ വുഡ് എടുക്കാം, മൊത്തം കിടത്തേം ഗൈസ്. പക്ഷെ വേറെ വല്ല വുഡ് വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ 2 ചെസ്റ്റിനകത്തേക്ക് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കാം, എന്നിട്ട് അതുകൊണ്ട് കൊണ്ടുപോകാം. ഓക്കെ,
നമ്മളിപ്പോൾ 400 ദിവസം കഴിഞ്ഞ് നമുക്ക് ഈ ഒരു 2 സ്റ്റാക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം ഗൈസ്. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് നമ്മുടെ ഫുൾ സെറ്റ് ആർമറിനും പിന്നെ ഫുൾ സെറ്റ് ടൂൾസിനും പിന്നെ നമ്മുടെ ഒരു ബ്ലോക്ക് നെതറൈറ്റിനും എത്ര ഈ ഒരു നെതറൈറ്റ് ഡെബ്രീസ് വേണമെന്ന്. ഒരു സ്റ്റാക്കും 4 ഡെബ്രീസും കൂടെ വേണം നമുക്ക് ഈ ഒരു ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും പിന്നെ ഫുൾ സെറ്റ് ടൂൾസും പിന്നെ ഒറ്റ ബ്ലോക്ക് നെതറൈറ്റ്. 32 ഡെബ്രീസ് നമ്മുടെ ടൂൾസിനും ആർമറിനും, ബാക്കി 36 നമ്മുടെ ഈ ഒരു നെതറൈറ്റ് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട്. ഞാൻ എന്തായാലും ഈ വൂൾസും കൂടെ എടുത്തിട്ട് നമ്മുടെ ഇൻട്രസ്റ്റസിലോട്ട് വെച്ചേക്കാം. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൂടെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഒന്ന് കയറ്റി വെക്കാം നമുക്ക് അകത്തേക്ക്. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകാം നെതറിലോട്ട്. നമുക്ക് വൈ ലെവൽ 15 വരെ പോയിട്ട് നമുക്ക് നേരെ മൈൻ ചെയ്യണം. ഈ ഒരു സെല്ലിൽ നിന്ന് തന്നെ നമുക്ക് താട്ട് കുഴിച്ച് പോകാം. ഇപ്പോൾ നമ്മൾ -69 നിൽക്കുന്നത്. അല്ല, -1 ആയിട്ടില്ല. ഇനി നമുക്ക് മൈനസിലോട്ട് പോകാനുണ്ട്. ഓക്കെ, ഈ -15 ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു വൈ ലെവൽ 15 തന്നെ മതിയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ തേടിയ വള്ളി കാലിച്ചുട്ടി നമുക്ക് ഫസ്റ്റ് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റാക്കും 4 ഡെബ്രീസ് ഇതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ഒരു ചെസ്റ്റ് എല്ലാം മറ്റേ ഈ ഒരു സാധനം ഈ ഒരു ക്രാഫ്റ്റ് ടേബിൾ ഇവിടെ വെക്കുക. ഇത് നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ ഒരു ബെഡിന് ഉണ്ടാക്കി തുടങ്ങാം. ഒത്തിരി പേര് ഇത് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ചൊന്ന് മൈൻഡ് ചെയ്യുക, അകത്തേക്ക് ബെഡ് വെക്കുക, ടപ്പേ. ഓക്കെ, ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടും. എന്തായാലും ഞാൻ ഈ ഒരു സ്റ്റാക്കും 4 ഡെബ്രീസും കൂടെ ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഫുൾ സെറ്റ് ആർമറും ഫുൾ സെറ്റ് ടൂൾസും നെതറൈറ്റ് ആക്കിയാൽ മതി ഗൈസ്. അതിനുള്ള ആഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ഞാൻ കുഴിക്കുന്നില്ല. ഞാൻ ഓണത്തിന് 10 ദിവസം മുന്നേ കുഴിക്കാൻ തുടങ്ങിയാണ് ഗൈസ്. ഇപ്പോഴത്തേക്ക് ഓണം ആവാറായിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് ആവും. എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഗൈസ്. 33 തന്നെ മതി. എങ്ങനെയാണ് കുഴിച്ചോണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുഴിക്കും, പിന്നെ 3-4 കിട്ടും, എന്നിട്ട് പിന്നെ കുറച്ച് കുഴിക്കും, പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ കുത്തിയിരുന്നിട്ട് മൊത്തം കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല, ടൈം കിട്ടില്ലായിരുന്നു. ഇത്രയും നെതറാക്ക് കിട്ടി എനിക്ക്. എന്തായാലും ഒരു സ്റ്റാക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഈ ഡബിൾ സെഷൻ അറിയുമായിരിക്കും. ബാക്കി വന്ന നെതറാക്ക് ഈ ഒരു പെട്ടിക്കകത്തേക്ക് നമ്മുടെ ഇൻട്രജസിനകത്തേക്ക് കുത്തിക്കയറ്റാൻ പറ്റി നോക്കാം ഗൈസ്. പിന്നെ എൻ്റെ സിൽട്ടജ് പിക്കാക്സ് പൊട്ടാറായിട്ടുണ്ട് ഗൈസ്, മറ്റേ കുഴിച്ച് പോയപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഫോർച്യൂണാണ് യൂസ് ചെയ്യുന്നത്. ടോട്ടം ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ പറ്റത്തില്ല ഒരു മറവ് കാരണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് പൊട്ടിച്ചെടുത്തേക്കുന്നത്. ഓക്കെ, എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ തന്നെ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനിയൊരു ടെസ്റ്റും അല്ല നമ്മുടെ ഒരു മറ്റേ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സിൽട്ടജ് അങ്ങ് എടുത്തേക്കാം ഗൈസ്. ഇത് എൻഡർ ടെസ്റ്റ് പൊട്ടിക്കാനായിട്ട് മാത്രം അതുകൂടെ എടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ട ഗൈസ്, അത് നമുക്ക് കുഴപ്പമില്ല. ഞാൻ എങ്ങനെയൊക്കെയൊക്കെ കുഴിച്ച് വന്നതാണ് ഗൈസ്, അല്ലാണ്ട് ഞാൻ മറ്റേ ഈ കറക്റ്റായിട്ട് സ്റ്റെയർ കേസ് വഴി വന്നതൊന്നുമല്ല. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ബേസ് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം നൈറ്റാണ് പുറത്ത് പോയി കിടന്ന് തുടങ്ങാം ഗൈസ്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. വിക്കി നിൽക്കുന്നു സൈഡിൽ, അവനെ ഞാൻ എന്തായാലും എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഇൻവെൻറ്ററി ഇത് ക്ലീൻ ആക്കട്ടെ. പിന്നെ നെതറൈറ്റ് ഉണ്ടാക്കാനുള്ള ഗോൾഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്, എന്തായാലും നോക്കണം. ഞാൻ എന്തായാലും ഞാൻ എന്തായാലും ഈ ഒരു സ്പെൽട്ടറിനകത്ത് ഈ സംഭവം കൊണ്ട് വെക്കാം ഗൈസ്. ഇപ്പോൾ കോൾ വല്ലതും ഉണ്ടോ അവിടെ? എന്തായാലും നമുക്ക് ഇതിനകത്ത് വെച്ചേക്കാം. മുകളിലല്ലേ? ഓക്കെ, ഇത് മൊത്തം താഴെ പോയിട്ട് നമുക്ക് ഇത് ഓണാക്കാം. വർക്കാവണേ ദൈവമേ, വല്ല പണിയും വർക്കായിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്ലോക്ക് മാറി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലാണ് നമ്മുടെ ഈ ഒരു കളക്ഷൻ്റെ സംഭവം. ഓക്കെ, അതാവുന്നതിന് മുന്നേ ഞാൻ മറ്റേ ഗോൾഡും മറ്റേ ഡയമണ്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഡയമണ്ടിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് നെതറാക്കിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ടെംപ്ലേറ്റ് എടുക്കുന്നു ഗൈസ്. ഇതിന് 3 ബ്ലോക്ക് ഉണ്ട്. അതിന് മതിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഒറ്റ ബ്ലോക്കിന് മുമ്പാണ് കിട്ടുമല്ലോ. ഓക്കെ, പിന്നെ കുറച്ച് ഡയമണ്ടും എടുത്തു ഗൈസ്. ഓക്കെ, ഇതും ഇരിക്കട്ടെ. ഇപ്പം തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഗൈസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മിച്ചം 3 ഡയമണ്ട്. ഒരു സ്റ്റാക്ക് ഡയമണ്ട് പോരെ അറിഞ്ഞില്ല ഗൈസ്. ഇനി പോയി നോക്കാം ഗൈസ്. ഇപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് കുക്കായി കാണും. കുക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്ത് വരുന്നുണ്ട്? നെതറൈറ്റ് ഡെബ്രിയൽ പേര് ഞാൻ നോക്കട്ടെ. സ്ക്രാപ്പ് എന്നൊക്കെ 33 സ്ക്രാപ്പ് ഉണ്ട് ഗൈസ്. 27 ഗോൾഡ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവം? 6 ആയിട്ടുള്ളൂ ഗൈസ്. കുറച്ചുകൂടെ ഗോൾഡ് വേണം. അയ്യോ, ഗോൾഡിനിപ്പം എന്ത് ചെയ്യും ഗൈസ്? കുറച്ച് നഗറ്റ്സ് ഉണ്ട് ഗൈസ്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എവിടെ നിന്നൊക്കെയോ കിട്ടിയ നഗറ്റ്സാണ് ഗൈസ്. ഞാൻ ഇതിന്ന് കുറേ കേട്ടിട്ടുണ്ട് കേസ്. ഇപ്പം എത്ര ഇട്ട്? എനിക്ക് 5 കിട്ടി. ഇതുകൊണ്ട് നമുക്കൊന്ന് വെക്കാം.
ഓക്കെ ഇപ്പോൾ 8 എണ്ണം ആയിട്ടുണ്ട്. 8 എണ്ണം മതിയായിരിക്കും. 9 എണ്ണം വേണം കേസ് നമ്മുടെ സിൽ ടച്ച് പിക്കാക്സ് കൂടെ കൂട്ടിയിട്ട്. അതുകൊണ്ട് ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ താഴെയും കാണേണ്ടതാണല്ലോ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്. ഇത് ഞാൻ മറ്റേ ഈ വുഡ് ഒപ്പിക്കാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് എൻഡർമാനൊക്കെ വന്നിട്ട് ഈ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എൻഡർ പേൾസ് ഞാൻ ഒപ്പിച്ചായിരുന്നു. ഇതൊക്കെ നമുക്ക് ഡ്രാഗനെ കൊല്ലാനായിട്ട് യൂസ്ഫുള്ളാണ്. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ 8 എണ്ണം തന്നെ മതി. ബാക്കി ഓഫ് ക്യാമറയിൽ ഞാൻ ഒപ്പിച്ചോളാം. ഇനി നമുക്ക് ഈ ഒരു സ്മിത്തിങ് ടേബിൾ എടുത്തിട്ട് കൊടുക്കാം ഗൈസ്. ഇനി നമ്മുടെ ആർമേഴ്സും ടൂൾസെല്ലാം അയച്ച് നമ്മൾ അതിനകത്തോട് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹെൽമെറ്റ്, ബൂട്ട്, പിന്നെ ഒരു റെസ്പൈറ്റ്, ലെഗിൻസ്, അല്ലാതെ നമ്മുടെ സിൽ ടച്ച് പിക്കാക്സ്, നെതറൈറ്റ് സോഡ്, പിന്നെ ഒരു ഷവൽ, ആക്സ് ആണ് നമ്മുടെ കംപ്ലീറ്റ് നെതറൈറ്റ് ആർമർ ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്. ഓക്കെ, ഇത് നമുക്ക് ഡ്രാഗനെ കൊല്ലാനായിട്ട് നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള ഗൈസ്. അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ശ്രമിക്കാം ഗൈസ്.